ഹായ് ഫ്രണ്ട്സ്, മല്ലു ബ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാക്രോണി വെച്ചൊരു പാസ്ത ഉണ്ടാക്കിയാന്ന് ഓർത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്ത ഒന്നും ഉണ്ടാക്കിയൊന്നും അങ്ങനെ പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടാണ് നമ്മളൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ പാസ്ത റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാക്രോണി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്രോണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി വെള്ളം ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. വെള്ളം പാനിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട്, നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇട്ടാലേ ഇതിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കറി എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് മാക്രോണിയിൽ നന്നായിട്ട് പിടിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉപ്പിട്ടത്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ എന്തിനാണ് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇതിട്ട് വെന്ത് വരുമ്പോൾ അത് ഹീറ്റായി കഴിയുമ്പോൾ തമ്മിൽ കൂടിപ്പിടിച്ച് അത് കട്ടായി പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പകുതിയേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഏകദേശം 1 കപ്പ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു പൊരി ഉണ്ടാക്കുന്ന ഒരു സാധനം കിട്ടാറുണ്ട്. അതുകൊണ്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരുന്ന ഇട്ടൊക്കെ ഓർക്കുന്നുണ്ട് നിങ്ങൾ. അത് നമ്മൾ നാവിലേക്ക് വെക്കുമ്പോൾ നാവ് ഒട്ടിപ്പിടിക്കാനായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് 100 ഗ്രാം 50 ഗ്രാമൊക്കെ നമ്മൾ മേടിച്ചിട്ട് വന്ന് വീട്ടുകാരായിട്ടൊക്കെ ഇപ്പം മേടിച്ച് നമ്മൾ അത് വറുത്ത് കഴിച്ചൊക്കെ ഓർമ്മയുണ്ടോ? അന്നൊന്നും ഇതുപോലെ ബാക്കി ഇപ്പോൾ ഒരു സാധനമൊന്നും നമുക്ക് മേടിക്കാനൊന്നും പറ്റില്ല. ഏകദേശം 80s പിള്ളേർക്കൊക്കെ അറിയാം, 90s പിള്ളേർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് വെള്ളം ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മാക്രോണി ഇടിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റോളം വെന്താൽ മതി കേട്ടോ. ഇത് കൂടുതൽ വേവിച്ച് കളയരുത്, 5 മിനിറ്റോളം വേവിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിം ഇട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പൂണ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് താഴത്ത് ഒട്ടിപ്പിടിച്ച് പാനയിൽ പിടിക്കാവുന്നതാണ്. അത് ഏത് പാനായാലും അതുമേ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി ഇപ്പോൾ അത് റെഡിയാക്കുന്ന സമയത്ത് ബാക്കി സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്, 4-5 അല്ലി എടുത്തിട്ടുണ്ട് വലുത്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു മീഡിയം ടൈപ്പ് സവാള. ഇത്രയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കണത്. അപ്പോൾ ഇത് മാക്രോണി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് തന്നെ അധികം സ്റ്റിക്കി ആയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അത് അരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആവിയൊക്കെ അടിച്ച് ക്യാമറ പോകുമെന്ന് ഓർത്താണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ആവിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഇനി ആ വെള്ളം ഒന്ന് തോർന്ന് കിട്ടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിലേക്കൊരു ഏകദേശം 2 സ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കണം, നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചൂടുള്ള ടൈമാകുമ്പോൾ ഇങ്ങനെ നമ്മൾ തോരാൻ വെച്ച് കഴിയുമ്പോൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് കട്ടയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട പിടിക്കുന്നത് കുറച്ചെങ്കിലും ഒഴിവാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടിരിക്കും, നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ കട്ടിംഗ് പാനൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ശരി. ഇപ്പോൾ ഇവിടെ കട്ടിംഗ് പാഡ് കണ്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കട്ടിംഗ് പാഡിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മാർബിളിൻ്റെ പുറത്ത് തന്നെ നന്നായിട്ട് കഴുകിയാണ് നമ്മൾ അരിയുന്നത്. അതിന് വേണ്ടി പ്രത്യേക പാടം നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ 2 പച്ചമുളകാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ പച്ചമുളക് ചേർക്കുന്നത്, മുളക് ഐറ്റംസ് എല്ലാം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചാണ്. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഐറ്റം ചേർത്താൽ മതി. എരിവ് നന്നായിട്ട് വേണ്ടവർ അതനുസരിച്ച് ചേർക്കണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ ചേർക്കേണ്ടത്. 2 പച്ചമുളകാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണതാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് മാത്രം മുളക് ചേർക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇഞ്ചി അരിയണം കേട്ടോ. കത്തിക്ക് ചെറിയ മൂർച്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ് അരിയാൻ നേരത്ത് ചെറിയ താമസം വരുന്നത്. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ കത്തിയൊക്കെ വെച്ചുള്ള ഉപയോഗമൊക്കെ കുറക്കുക. അത് മുതിർന്നവരെ കൊണ്ട് മാത്രം ചെയ്യിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് അടുത്തായിട്ട് സവാള എടുത്തിരിക്കുന്നത് ഒരുവിധം വലിപ്പമുള്ള സവാള എടുത്തേക്കണം. ഒരു സവാളയുടെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. സവാളയെ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ഇടുന്ന പോലെ വലുതായിട്ട് അരിയാതെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാനുള്ള ഗുണമുണ്ടാവും നമുക്ക്. അപ്പോൾ സവാള അരിയുന്നു.
ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയില ഇതിൽ ചേർക്കാറുണ്ട്. ഞാൻ മല്ലിയില അത്ര ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ ഒരുവിധം വലിയൊരു തക്കാളിയും ചേർക്കുക. തക്കാളി അരിഞ്ഞെടുക്കണ്ടോ. തക്കാളി അരിഞ്ഞുമ്പോൾ തൊണ്ടിൻ്റെ ഭാഗത്തേക്ക് കത്തിക്ക് മുറിച്ചുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. എന്നാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഈ ടൈമിന് നമ്മുടെ മക്രോണി വേവിച്ചത് വെള്ളം തോർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് അനുസരിച്ച് ചെയ്യണേ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ടൈം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇത് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ തക്കാളി അരിഞ്ഞെടുത്തു. അപ്പോൾ ഏകദേശം വേണ്ട സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള. അപ്പോൾ ഇനി അടുത്തായിട്ട് ചട്ടി നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലെയിം കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു പച്ചപ്പ് ചെറിയ ചൊവ്വയും കൂടി ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരെ നമ്മുടെ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഏകദേശം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചട്ടി എടുത്തേക്കുന്നത് അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ നല്ല കട്ടിയുള്ള ചട്ടിയാണ്. അപ്പോൾ നമുക്ക് അത്രയും ഫ്ലെയിം വരുമ്പോൾ അത്രയും പ്രശ്നമില്ല. ഇനി കട്ടി കുറഞ്ഞ ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നോക്കി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഏകദേശം റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിലും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വലിപ്പത്തിരിഞ്ഞാൽ. തീരെ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ സ്പൂണിൽ എടുക്കുമ്പോൾ സവാളയുടെ ഇതൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും അതിൻ്റെ ടേസ്റ്റെല്ലാം മിക്സ് ചെയ്ത് കിട്ടാനും അങ്ങനെയാണ് നല്ലത്. വലുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് നിൽക്കുന്നതാണ്. ഈ സവാള വാട്ടിയെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വാടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിട്ട് നന്നായിട്ട് സവാള വാട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സവാള ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. കളറ് ചേഞ്ച് ചെയ്തൊന്നും വരണ്ട, ഗോൾഡൻ കളറൊന്നും വേണ്ട കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ടൈം തന്നെ ചട്ടി നന്നായിട്ട് ചൂടാക്കിക്കൊണ്ട് തക്കാളി പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനി തക്കാളിയും കൂടി റെഡിയാക്കി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഏകദേശം 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകവും കുരുമുളകും കൂടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവസാനമേ ചേർക്കുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ആ പൊടിയിലേക്ക് ആ പച്ച ചുവ മാറ്റണം കേട്ടോ. പൊടിയുടെ നന്നായിട്ട് പച്ച ചുവ മാറണം. അല്ലെങ്കിൽ നമുക്ക് ആ മുളകിൻ്റെ ഒരു കുത്തലൊക്കെ നമുക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയാണെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും, കറക്റ്റ് വെന്ത് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ നേരെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് ആവശ്യമുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മക്രോണിയുടെ അളവനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല എല്ലാ വെള്ളമായിട്ട് മിക്സായി വന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇത് ചേർത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ടൊമാറ്റോ സോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1 ടേബിൾ സ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഹാപ്പിയുടെയാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ ഉള്ള ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും എല്ലാം കുറവുണ്ടെങ്കിൽ നമ്മൾ മക്രോണിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള വാട്ടാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഓർമ്മ വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിന് നമുക്ക് മക്രോണി എടുത്തിട്ട് അതിലേക്ക് ഇടാം കേട്ടോ.
അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഓയിലൊക്കെ ചേച്ച് ഇതാക്കിയെങ്കിലും ചെറിയ രീതിയിൽ അത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂടി ചേർത്തില്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ച് ഇതാകും കേട്ടോ. ഇതിപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ അതെല്ലാം വേർവിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് രണ്ട് വിധത്തിൽ നമുക്ക് പാസ്ത റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അധികം എരിവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരച്ചുകൂട്ടൊക്കെ വെക്കണമെങ്കിൽ ആ ഒരു ഫീലുണ്ടല്ലോ, ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കണത്. മീനാണെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ വെക്കുമല്ലോ, അതുപോലെയൊക്കെ വെക്കാവുന്നതുകൊണ്ട് ഇത് എരിവ് കൂട്ടിയുള്ള ടൈപ്പാണ് നമ്മൾ ഇപ്പം നോക്കിയിരിക്കുന്നത്. മറ്റേ വിധത്തിൽ വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇടാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന. അപ്പോൾ നമുക്ക് ഇതിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാൽ വേറൊരു ഫീലായിരിക്കും. ഇത് വേറെ ഈ സോസൊക്കെ ഒഴിച്ച് ഇങ്ങനെ റെഡിയാക്കുമ്പോൾ അത് ചേരുവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ പാസ്ത റെഡിയായിരിക്കും. എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റണമെന്ന്. പിള്ളേർക്കൊക്കെ ഈവനിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഇതാണ്. മാഗിയും ഇതുപോലെ നൂഡിൽസ് ഐറ്റം മാത്രമല്ലാതെ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഈവനിങ്ങൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകം കൂടി പൊടിച്ച് വെച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ മുളക് ഐറ്റംസ് ചേർക്കുമ്പോൾ പ്രത്യേകം പറയുന്നത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ, അവർക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ മാക്സിമം കുറച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ മക്രോണി ഉപയോഗിച്ചുള്ള പാസ്തയാണ് ഇന്നത്തെ സ്പെഷ്യലി. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് പാസ്ത ലവേഴ്സ് ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന്, ഇത് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സർവ് ചെയ്തിട്ട് കഴിക്കട്ടെ. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് വന്നു, അതുകൊണ്ടാണ് സ്പൂൺ വെച്ച് കോരിയിട്ട് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ കല്യാണ വീട്ടിൽ പല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം പാസ്തയെന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല. നമ്മൾ ഓർത്ത് വെച്ചാൽ ഇത് ചെമ്മീൻ വെച്ചുള്ള എന്തോ സംഭവം എന്നാണ്. എന്തായാലും കഴിച്ചിട്ട് കുഴപ്പമൊന്നും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കുറച്ച് എരിവ് കൂടുതലാണ്.